ഇപ്പോൾ ഞാൻ ആലപ്പുഴ. ഇന്നലെ വൈകുന്നേരം 8 മണിയോട് കൂടിയാണ് ഞാൻ ആലപ്പുഴയിലെത്തിയത്. ഹോട്ടലിൽ റൂമെടുത്ത് രാവിലെ 6 മണിയോട് കൂടി തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞാൻ പുറത്ത് ചാടിയതാണ്. പുന്നമുടക്കായൽ വരെ ഒന്ന് പോകണം. ഒരു ചെറിയ ബോട്ട് സവാരിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ പോയപ്പോൾ എനിക്ക് കംഫർട്ടായിട്ടുള്ള ഒരു ബോട്ടൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് യാത്ര നാളത്തേക്ക് മാറ്റിവെച്ചു. ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് KSRTC ബസ് സ്റ്റാൻഡിനടുത്ത് ഒരു ബോട്ട് ജെട്ടി കണ്ട് അവിടെ നിന്നും ഞാൻ ബോട്ട് പിടിച്ച് ആലപ്പുഴ ബോട്ട് ജെട്ടിയിലേക്ക് വരികയാണ്. പുന്നമുടക്കായൽ നിന്നും ബോട്ട് ജെട്ടിയിലേക്കുള്ള വഴിയിൽ കൂടിയാണ് ഇപ്പോൾ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പോക്കറ്റ് റോഡ് പറയുന്നത് പോലെ പോക്കറ്റ് റിവറാണ്, പോക്കറ്റ് തോടാണ്. ഇവിടെ ഹൗസ് ബോട്ടൊന്നും വരത്തില്ല. KSRTC ബോട്ട് ജെട്ടിയിൽ നിന്നും ഏകദേശം 5 മിനിറ്റിൻ്റെ അടുത്തേ ഉള്ളൂ ദൂരം ആലപ്പുഴ മെയിൻ ബോട്ട് ജെട്ടിയിലേക്ക്. ഈ വലത് ഭാഗത്ത് കാണുന്ന എല്ലാം ചെറിയ ചെറിയ ബോട്ടുകളാണ്. എല്ലാം യാത്രക്കാരെ നോക്കിയിരിക്കുകയാണ്. ഈ ബോട്ടുകളെല്ലാം ഹൗസ് ബോട്ടിൻ്റെ വലിപ്പം ഇല്ലെങ്കിലും അത്യാവശ്യം വലിപ്പം ഉള്ളത് തന്നെയാണ്. റൂമുകളൊന്നും ഇതിനകത്ത് കാണത്തില്ല. അത്യാവശ്യം ഒരു ചെറിയ ഒരു ബാത്റൂം പോലെ കാണും. 100 കണക്കിന് ബോട്ടുകളാണ് ഇതുപോലെ വരി വരിയായി സഞ്ചാരികളെയും കാത്തു കിടക്കുന്നത്. മിക്കവാറും എല്ലാ ബോട്ടുകളും ബുക്ക് ചെയ്ത സഞ്ചാരികളെയും കാത്തു കിടക്കുന്നതാണ്. മറ്റുള്ളവർ സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സ്പോട്ട് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാതെ അവർക്ക് സഞ്ചാരികളെ കിട്ടും. അതായത് നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്കൊരു ആഗ്രഹം തോന്നി ഈ ബോട്ടിൽ യാത്ര ചെയ്താൽ കൊള്ളാമെന്നുള്ളത്. അതാണ് സ്പോട്ട് ബുക്കിംഗ് ഉദ്ദേശിക്കുന്നത്. അതുപോലെയുള്ള ആളുകളും ഇവിടെ വരാറുണ്ട്. ഈ ബോട്ടുകൾ എല്ലാം ഡേ ട്രിപ്പ് മാത്രമേ നടത്താറുള്ളൂ. ഡേ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്ത് മാത്രമേ ഇവർ ട്രിപ്പ് നടത്താറുള്ളൂ. കാരണം ഇതിനകത്ത് റൂമോ ബാത്റൂം ഫെസിലിറ്റിയോ ഒന്നുമില്ല, കുക്കിംഗ് ഫെസിലിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് മണിക്കൂർ ബേസാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. മണിക്കൂർ 500 മുതൽ അങ്ങോട്ടുണ്ട്. 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂർ വെച്ച് നമുക്ക് പോകാൻ സാധിക്കും. ഈ ഡേ ട്രിപ്പ് ബോട്ടുകളെല്ലാം ഉച്ചഭക്ഷണ സമയമാകുമ്പോൾ ഏതെങ്കിലും കായലിൻ്റെ സൈഡിനോട് ചേർന്നുള്ള റെസ്റ്റോറൻറ്റിൽ നിർത്തിത്തരും. അതിനുശേഷം നമ്മൾക്ക് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ച് തിരിച്ച് ബോട്ടിൽ വന്ന് വീണ്ടും നമുക്ക് സവാരി തുടങ്ങാം. ഞാനിപ്പോൾ പോകുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ബോട്ടിലാണ്. ഈ തോട്ടിലെ വെള്ളം എന്ന് പറഞ്ഞാൽ വളരെ മോശം വെള്ളമാണ്. പുന്നമുടക്കായലിൽ നിന്നും ഇങ്ങോട്ട് ഒഴുക്കില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. വളരെ മോശം. പുന്നമുടക്കായലിൽ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വെള്ളം ഈ കളറിലെ വെള്ളം മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ പുന്നമുടക്കായലിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ശുദ്ധമായ വെള്ളം നമുക്ക് കാണാൻ സാധിക്കും. ഈ തോട് നേരെ പോയി ഏകദേശം 1.5 കിലോമീറ്റർ കഴിയുമ്പോൾ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് ലെഫ്റ്റ് യൂ ടേൺ ചെയ്ത് വീണ്ടും പുന്നമുടക്കായലിൽ വന്ന് ചേരും. കൂടാതെ കുറച്ച് ദൂരം കഴിയുമ്പോൾ ഈ ഒരു തോട് തന്നെ വലത്തോട്ടും പോകുന്നുണ്ട്. ഈ വലത്തോട്ട് പോകുന്ന തോട് ട്രിവാൻഡ്രം എറണാകുളം ഹൈവേക്ക് പാരലായി തന്നെ പോകുന്നുണ്ട്. ഇത്രയും ഭാഗങ്ങളിൽ ഒഴുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കളറ് ഇതുപോലെ തന്നെയാണ്. ഇപ്പോഴും ചെറിയ ചെറിയ ബോട്ടുകൾ തോടിൻ്റെ വലതുഭാഗത്ത് ചേർന്ന് കിടക്കുന്നത് കാണാൻ സാധിക്കും. കാരണം ആ ഭാഗത്തു കൂടിയാണ് പുന്നമുടക്കായലിലേക്ക് പോകുന്ന പ്രധാന വഴി. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ കൂടുതലും അതുവഴിയാണ് വരുന്നത്. അതാ സഞ്ചാരികളെയും കൊണ്ട് ഒരു ബോട്ട് വരുന്നു. ക്ഷമിക്കണം, സഞ്ചാരികളില്ല, ഒരു സഞ്ചാരി മാത്രമേ ഉള്ളൂ. ഈ ബോട്ട് നേരെ പോകുന്നത് പുന്നമുടക്കായലിലേക്കാണ്. ഇപ്പോൾ സമയം ഏകദേശം 1:30 മണി. രാവിലെയും വൈകുന്നേരം മാത്രമേ സഞ്ചാരികൾ കൂടുതൽ വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ ബോട്ട് എല്ലാം ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്ത് ഡ്രൈവർമാരെല്ലാം ആഹാരം കഴിക്കാൻ പോയിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പുറത്തു നിന്നും ബോട്ട് ജെട്ടി ഭാഗത്തേക്ക് വരുവാൻ ചെറിയ ഒരു പാലവും ഉണ്ട്. ബോട്ട് ജെട്ടി നമ്മളുടെ ഇടത് ഭാഗത്താണ്. നമ്മളിപ്പോൾ ബോട്ട് ജെട്ടിയിൽ എത്തിയിരിക്കുന്നു. നമ്മളുടെ ബോട്ടിന് മുന്നേ ഒരു കെട്ടുവള്ളം മോഡിഫൈ ചെയ്ത ഒരു ബോട്ടും പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ എത്തിയിരിക്കുന്നു. 500 മീറ്റർ കൂടി ചെറിയ ചെറിയ ബോട്ടുകൾക്ക് ഇനി ഫ്രണ്ടിലോട്ട് പോകാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ ബോട്ടുകൾക്ക് പോകാൻ സാധിക്കില്ല. ചെറിയ ചെറിയ തോടുകളാണ്. സഞ്ചാരികളെയും കൊണ്ട് സൈഡ് സീയിൽ പോകുവാൻ ഒരു ഗവൺമെൻറ് ബോട്ട് തയ്യാറായിരിക്കുന്നു. ബോട്ട് ജെട്ടിയിൽ മാത്രമേ ഇത്രയും വീതിയുള്ളൂ തോടിന്. നമ്മൾ വന്ന വഴിക്ക് വളരെ ചെറിയ തോടുകളായിരുന്നു. 2 ബോട്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും കഷ്ടിയായി പോകാൻ പറ്റുമായിരുന്നുള്ളൂ. നമ്മളുടെ മുന്നേ പോയ ആ ബോട്ടാണത്. എവിടെയോ സൈഡാക്കാൻ പോവുകയാണ്. കാരണം മുന്നോട്ട് അധികം യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല. ബോട്ട് നിന്നു. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ബോട്ടിലെ ഒരു ജീവനക്കാരൻ കയറും കെട്ടി ബോട്ടിനെ വലിച്ചു പിടിക്കുന്നുണ്ടായിരുന്നു, ബോട്ട് നീങ്ങാതിരിക്കുവാൻ വേണ്ടി. ഞങ്ങളുടെ ബോട്ട് ജെട്ടിയിൽ എത്തിയതിന് ശേഷമാണ് സഞ്ചാരികളെയും കൊണ്ട് സൈറ്റ് സീയിൽ പോകുവാനുള്ള ഗവൺമെൻറ് ബോട്ട് തയ്യാറായത്. കാരണം ഞാൻ പറഞ്ഞല്ലോ,
വലിയ ബോട്ടുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാൻ വളരെ പ്രയാസമായിരിക്കും നമ്മൾ വന്ന് ഇത്രയും നേരം സഞ്ചരിച്ച തോട്ടിൽ കൂടി. അതുകൊണ്ടാണ്. അങ്ങനെ സഞ്ചാരികളെയും കൊണ്ട് ബോട്ട് യാത്ര തുടങ്ങി. ഈ ബോട്ടിൻ്റെ മേൽത്തട്ടിലും സഞ്ചാരികൾക്ക് ഇരിക്കുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ വന്ന ബോട്ട് തിരിച്ചു പോകുവാൻ വേണ്ടി തിരിക്കുകയാണ്. ബോട്ടിലെ ജീവനക്കാരിൽ ഒരാൾ ബോട്ടിൻ്റെ പുറകുവശം പ്ലാറ്റ്ഫോമിലേക്ക് കയർ കെട്ടി വലിക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു ജീവനക്കാരൻ ബോട്ടിൻ്റെ മുൻവശത്ത് വന്ന് ഒരു കമ്പ് കൊണ്ട് കുത്തി ബോട്ട് തിരിക്കുകയാണ്. ഇതുപോലുള്ള വലിയ വലിയ മുളക്കമ്പുകൾ ഓരോ ബോട്ടിലും കാണും. കാരണം അതിൻ്റെ ഉദ്ദേശം ഇതാണ്. ഓരോ ബോട്ട് ജെട്ടിലും, പ്രത്യേകിച്ച് ആലപ്പുഴ ബോട്ട് ജെട്ടിൽ ഇതുപോലുള്ള കമ്പ് ഉപയോഗിച്ചാണ് ബോട്ടുകൾ തിരിക്കുന്നത്. ബോട്ട് തിരിക്കുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. ഒരാൾ ഫ്രണ്ടിൽ കമ്പ് കൊണ്ട് കുത്തിക്കൊണ്ടേയിരിക്കണം. പുറകിൽ ബോട്ടിൻ്റെ ബാക്ക് ഭാഗം പ്ലാറ്റ്ഫോമിലേക്ക് കയറ് കെട്ടി വലിച്ചുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ബോട്ടിൻ്റെ ബാക്ക് ഭാഗം പ്ലാറ്റ്ഫോമിൽ നിന്ന് വിട്ടുപോകും. ബോട്ടിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് തിരിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. കാരണം ബോട്ട് എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് തിരിക്കണമെങ്കിൽ വളരെ കൂടുതൽ ഏരിയ വേണം. എങ്കിൽ മാത്രമേ തിരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതുപോലുള്ള ആലപ്പുഴ, പിന്നെ ഒരു സ്ഥലം കൂടിയുണ്ട് കുമരകത്തും ഇതുപോലെ തന്നെയാണ് ബോട്ട് തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ബോട്ട് തിരിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ തോടിന് ഇത്രയും വീതി ഈ ഭാഗത്ത് കൂട്ടുവാൻ കാരണം. ബോട്ടിലെ മറ്റു ജീവനക്കാരൻ ബോട്ട് തിരിക്കുന്ന സമയത്ത് പ്ലാറ്റ്ഫോമിൽ ഇടിക്കാതിരിക്കുവാൻ വേണ്ടി തള്ളി നീക്കുന്നുണ്ട്. ഞാൻ വന്ന ഈ ബോട്ടിൽ മൊത്തം 5 ജോലിക്കാരുണ്ടായിരുന്നു. ഒരു ഡ്രൈവറും ഒരു കണ്ടക്ടറും പിന്നെ എൻജിൻ റൂമിനകത്ത് ഒരാളുണ്ടായിരുന്നു. മറ്റു 2 പേരിൽ ഒരാളാണ് ഈ ബോട്ടിൻ്റെ പുറകിൽ നിന്ന് വലിക്കുന്നതും മറ്റേയാൾ ബോട്ടിൻ്റെ മുന്നിൽ നിന്ന് കുത്തി കൊടുക്കുന്നതും. ബോട്ട് 3/4 ഭാഗത്തോളം തിരിഞ്ഞിരിക്കുകയാണ്. ബോട്ട് തിരിക്കുക എന്നുള്ളതാണ് ഈ 2 ജോലിക്കാരുടെയും ഡ്യൂട്ടി. പിന്നെ ഈ ബോട്ട് ഓരോ ബോട്ട് ജെട്ടിൽ ചെല്ലുമ്പോഴും ബോട്ട് പ്ലാറ്റ്ഫോമിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി തള്ളിപ്പിടിക്കുന്നതും ബോട്ട് അവിടെ നിന്ന് വിടുന്ന സമയത്ത് പ്ലാറ്റ്ഫോമിൽ നിന്ന് തള്ളിവിടുന്നതും ഇവരുടെ ജോലിയാണ്. ബോട്ടിൽ ലൈഫ് ജാക്കറ്റ് എല്ലാം കൃത്യമായി സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു സംശയം, എണ്ണത്തിൽ കുറവുണ്ടോ എന്ന് സംശയം. എത്ര പാസഞ്ചേഴ്സ് ഉണ്ട് അത്ര തന്നെ ലൈഫ് ജാക്കറ്റും വേണമെന്നാണ് റൂൾസ്. എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോട്ട് യാത്ര തുടങ്ങുന്നതിന് മുന്നേ അതിലത്തെ ഒരു ജോലിക്കാരൻ പാസഞ്ചേഴ്സിന് വേണ്ടി ഈ ലൈഫ് ജാക്കറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഒരു പ്രാവശ്യം കാണിക്കുന്നത് വളരെ വളരെ സേഫ് ആയിരിക്കും. കാരണം ഇങ്ങനെ പാസഞ്ചേഴ്സിനെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ അവർ പതറിപ്പോകത്തില്ല. ഇനി ഞാൻ പോകുന്നത് ആ ഹോട്ടലിലേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും ഞാൻ വൈകുന്നേരം ഇറങ്ങുന്നതായിരിക്കും. ഇത് മറ്റൊരു ഗവൺമെൻറ് ബോട്ട് ആലപ്പുഴയിൽ നിന്നും പുളിങ്കുന്ന് ഭാഗത്തേക്ക് യാത്രക്കാരെയും കൊണ്ട് പോകുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. ഞാൻ ഹോട്ടലിലേക്കും പോകുന്നു. ഹായ്, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുവാൻ ഓൺലൈനായും ഓഫ്ലൈനായും പല സ്ഥലത്ത് പോയിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് 100% ആത്മവിശ്വാസത്തോടു കൂടി ഇംഗ്ലീഷ് സംസാരിക്കുവാനോ എഴുതുവാനോ സാധിക്കാത്തത് കൊണ്ടാണ് ഇന്ത്യക്ക് അകത്തും പുറത്തും ജോലി, ബിസിനസ്, ജോബ് ഇൻ്റർവ്യൂ, എംബസി ഇൻ്റർവ്യൂ, മറ്റ് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതെങ്കിൽ വിളിക്കുക പവർ ഓൺ എഡ്യൂക്കേഷൻ, ചിങ്ങവനം, കോട്ടയം ആൻഡ് ഓൺലൈൻ. ഫോൺ 8089778899. ലൊക്കേഷൻ കാണുവാൻ ഗൂഗിൾ സെർച്ച് പവർ ഓൺ എഡ്യൂക്കേഷൻ. ബൈ.